നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട് അല്ലേ? ചിലപ്പോൾ അത് കരിയറിൽ എന്ത് ചെയ്യണമെന്ന ചിന്തയാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പ്രശ്നമാകാം. എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും കാണാതെ ഒരേ സ്ഥലത്തിങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഇതിനൊരു പരിഹാരം വളരെ പുരാതനമായ ഒരു ജ്ഞാനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? നമ്മുടെ ഇന്നത്തെ ആധുനിക പ്രശ്നങ്ങളെ സമീപിക്കാൻ വ്യക്തമായ ഒരു ചട്ടക്കൂട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഈ ഒരു ചോദ്യം നമ്മൾ എത്രയോ തവണ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. ഒരേ ചിന്തകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് ഒരു ഫലവുമില്ലാത്ത പരിഹാരങ്ങൾ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് ശരിക്കും നമ്മൾ മടുത്തുപോകും. എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്തത്? ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പരാജയം ശരിക്കും ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടല്ല, മറിച്ച് തുടക്കത്തിൽ തന്നെ നമ്മൾ ആ പ്രശ്നത്തെ കാണുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ പിന്നെ എങ്ങനെയാണ് ശരിയായൊരു ഉത്തരം കിട്ടുക? അപ്പോ ഈ ഒരു ചട്ടക്കൂടിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എവിടെയാണ് തുടങ്ങുന്നത്? പുറത്തുള്ള കാര്യങ്ങളിലല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചിന്താരീതിയിലും മാനസികാവസ്ഥയിലുമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം കിടക്കുന്നത്. ഒരു പ്രശ്നത്തെ ശരിയായി പരിഹരിക്കാനുള്ള വഴി തുടങ്ങുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നാണ്. അതായത് ചുറ്റുമുള്ളവരുടെ ബഹളവും നമ്മുടെ ഭയവും ഭൂരിപക്ഷം പേരും പറയുന്ന കാര്യങ്ങളും കേട്ട് ആ വഴിക്ക് പോണോ, അതോ വ്യക്തമായ ശരിയായ ഒരു തത്വത്തിന്റെ വഴി തിരഞ്ഞെടുക്കണോ? ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ട ഏറ്റവും നിർണായകമായ ചോദ്യം. കാരണം തെറ്റായ ഒരു വഴികാട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമ്മൾ എത്തുന്നത് ഉറപ്പായും തെറ്റായ പരിഹാരങ്ങളിലായിരിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കാര്യമില്ല. അതുകൊണ്ട് സ്വയം ചോദിക്കുക, എന്റെ ചിന്തകളെ ആരാണ് നയിക്കുന്നത്? ഇനി രണ്ടാമത്തെ തത്വത്തിലേക്ക് വരാം. നമ്മൾ നമ്മുടെ ലക്ഷ്യം എവിടെയാണ് പണിയുന്നത്? തിരമാലകൾക്ക് എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ പറ്റുന്ന മണലിലാണോ നമ്മൾ കൊട്ടാരം പണിയുന്നത്? അതോ കാലത്തെ അതിജീവിക്കുന്ന ഉറപ്പുള്ള പാറയിലാണോ? ഉദാഹരണത്തിന് ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ശമ്പളം എന്ന മണൽക്കൊട്ടാരമാണോ നമ്മുടെ ലക്ഷ്യം? അതോ ദീർഘകാലത്തേക്ക് നമുക്ക് വളർച്ച തരുന്ന ഉറപ്പുള്ള ഒരു കരിയർ എന്ന കോട്ടയാണോ? ഈ ഒരു ചിന്തയ്ക്ക് ഭയങ്കര ശക്തിയുണ്ടല്ലേ? പെട്ടെന്നുള്ള ലാഭത്തിനും പരിഹാരങ്ങൾക്കും പിന്നാലെ ഓടാതെ കുറച്ചുകൂടി ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് വഴി കൂടുതൽ വ്യക്തമാകും. ഒരുപക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നാളേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പാഠം മാത്രമായി മാറിയേക്കാം. ഇതാണ് മൂന്നാമത്തെ അടിസ്ഥാന ആശയം. അതായത് ഒരു അനീതിയെ വേറൊരു അനീതി കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതുപോലെ അഴിമതിയെ എന്തെങ്കിലും കൗശലം കൊണ്ട് മറികടക്കാനും സാധിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം പോലെ തന്നെ വളരെ പ്രധാനമാണ് അതിലേക്ക് നമ്മൾ പോകുന്ന വഴിയും. നമ്മൾ നൽകുന്ന ഇൻപുട്ടുകൾ തെറ്റാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തെറ്റായിരിക്കും. വളരെ ലളിതമായ കാര്യമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ പല ശ്രമങ്ങളും പരാജയപ്പെടുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള വഴി തന്നെ ദുഷിച്ചതാണെങ്കിൽ ആ പ്രശ്നം പിന്നെ എങ്ങനെ പരിഹരിക്കപ്പെടും? ശരി, അപ്പം നമ്മുടെ മാനസികാവസ്ഥയും ചിന്താരീതിയുമൊക്കെ നമ്മൾ ശരിയാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ഈ ചിന്തകളെ പ്രവർത്തനമാക്കി മാറ്റുന്നത്? നമുക്ക് വിശകലനത്തിന്റെയും പ്രവൃത്തിയുടെയും ഘട്ടത്തിലേക്ക് കടക്കാം. ഈയൊരു ഘട്ടത്തിലാണ് നമ്മൾ നമ്മളോട് തന്നെ ഏറ്റവും സത്യസന്ധരാവേണ്ടത്. നമ്മുടെ മുന്നിലുള്ള ഓരോ വഴിയും നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ചില വഴികൾ നമ്മളെ രക്ഷയിലേക്കുള്ളൊരു പാലം പോലെയാകും. മറ്റു ചില വഴികൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാകും, പക്ഷെ അത് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ തീയിലേക്കായിരിക്കും. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു വ്യക്തത ഒരു കടുംപിടുത്തമോ കാഠിന്യമോ അല്ല, മറിച്ച് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അത്യാവശ്യമായ ഒരു കാര്യമാണിത്. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് വളരെ നിർണായകമാണ്. അടുത്ത തത്വം ഇതാണ്: തെളിവുകൾ ആവശ്യപ്പെടുക. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും തിരഞ്ഞെടുക്കുന്ന ഓരോ പരിഹാരത്തിനും എന്തടിസ്ഥാനമാണുള്ളതെന്ന് നമ്മൾ സ്വയം ചോദിക്കണം. വെറും തോന്നലിന്റെ പുറത്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതോ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ശരിയായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാൾ ഇത്തരം ദുർബലമായ അടിസ്ഥാനങ്ങളെ അപ്പാടെ തള്ളിക്കളയും. അവർ യഥാർത്ഥ തെളിവുകൾ ചോദിക്കും. ഈ ചിത്രം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. കേട്ടുകേൾവിയല്ല പ്രധാനം, തെളിവാണ്. ശരി, ഇനി നമുക്ക് ഈ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാം. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ക്ഷമയും ഉത്തരവാദിത്വവുമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇവിടെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുക എന്നല്ലട്ടോ അർത്ഥം. നേരെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തതിനു ശേഷമാണ് ഈ ഘട്ടം വരുന്നത്. അതായത് നിങ്ങളുടെ ഭാഗം വാദിച്ച് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷം
നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തതിനു ശേഷം. ഇതാണ് ആ മോചനത്തിന്റെ നിമിഷം. നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിർത്തുന്ന ഒരു പോയിന്റ്. ഇത് നിങ്ങളെ മാനസികമായി തളർന്നു പോകാതെ രക്ഷിക്കും. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ശരിയായ പരിഹാരത്തിന് പെട്ടെന്ന് ഫലം കിട്ടിയില്ല എന്ന് കരുതി അത് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. സത്യത്തിന് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ഉദ്ധരണികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എന്താണ് കാണുന്നത്? ഉത്തരവാദിത്വം കൈമാറാനുള്ള ഒരു ശ്രമമാണ്. അനുയായികൾ നേതാക്കളെ പഴിചാരുന്നു, നേതാക്കൾ സാഹചര്യങ്ങളെയും. ആരും സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇതാണ് ഇതിലെ ഏറ്റവും കഠിനമായ പക്ഷേ ഏറ്റവും സത്യസന്ധമായ പാഠം. മറ്റൊരാളെ അന്ധമായി പിന്തുടരുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അവസാനം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ശരി, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ മുഴുവൻ രീതിയെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെക്ക്ലിസ്റ്റായി ചുരുക്കിയാലോ? നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായി, ശരിയായ വഴികാട്ടിയെ കണ്ടെത്തുക. 2, ദീർഘകാലത്തേക്ക് ചിന്തിക്കുക. 3, ധാർമ്മികമായ വഴി തിരഞ്ഞെടുക്കുക. 4, ശരിയും തെറ്റും വ്യക്തമായി വേർതിരിക്കുക. 5, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുക. 6, സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അവസാനം, കഠിനമായി പരിശ്രമിച്ച ശേഷം ഫലം ഭരമേൽപ്പിക്കുക. അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ ചട്ടക്കൂട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൽ പ്രയോഗിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ഒരു പ്രശ്നത്തെ ശരിയായ രീതിയിൽ സമീപിക്കുന്നത് തന്നെ ആ പ്രശ്നത്തിന്റെ പകുതി പരിഹാരമായതിന് തുല്യമാണ്.